ഹലോ എവരിവൺ. ഇന്ന് നമ്മൾ റോമൻ ന്യൂമറൽസിൻ്റെ പാർട്ട് 2 ആണ് എടുക്കുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ 100 തൊട്ട് 1000 വരെയുള്ള നമ്പേഴ്സ് എഴുതാനും വായിക്കാനും പഠിക്കാൻ പോവാണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. ന്യൂമറൽസ് ഇൻ റോമൻ സിസ്റ്റം. ഈ ന്യൂമറൽസിനെ കുറിച്ചൊക്കെ ലാസ്റ്റ് പാർട്ടിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട്. അപ്പം അതിൻ്റെ റൂൾസ്, 1 തൊട്ട് 10 വരെയുള്ള നമ്പേഴ്സ്, 10, 20, 30, 40 അങ്ങനെ 100 വരെയുള്ള നമ്പേഴ്സ്, പിന്നെ 1 തൊട്ട് 100 വരെയുള്ള നമ്പേഴ്സ് എങ്ങനെ എഴുതാം വായിക്കാം, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പാർട്ട് 1 കറക്റ്റായിട്ട് പറയുന്നുണ്ട്. അപ്പം ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. അത് കാണാത്തവരുണ്ടെങ്കിൽ അത് കണ്ടിട്ട് വേണം ഈ വീഡിയോ കാണാൻ. ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് നമുക്കൊന്ന് വേഗം ഓടിച്ചു നോക്കാം. ന്യൂമറൽസ് ഇൻ റോമൻ സിസ്റ്റം. ഇപ്പോൾ റോമൻ സിസ്റ്റത്തിൽ എത്ര ന്യൂമറൽസ് ഉണ്ട്? 7 ഡിസ്റ്റിങ്ക്റ്റ് ന്യൂമറൽസ് ഉണ്ട്. ആൽഫബറ്റ്സ് ആണ് ഇതിന് യൂസ് ചെയ്യുന്നത്. I, V, X, L, C, D, M. ഇതാണ് ആ 7 ഡിസ്റ്റിങ്ക്റ്റ് ന്യൂമറൽസ്. ഐയുടെ വാല്യൂ 1, V എന്ന് വെച്ചാൽ 5, X 10, Lൻ്റെ വാല്യൂ 50, 100ൻ്റെ എടുക്കുന്ന ആൽഫബറ്റ് C, Dയുടെ വാല്യൂ 500, M ആണ് 1000ന്. ഇനി റോമൻ ന്യൂമറൽസിൻ്റെ റൂൾസ് ആണ്. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു റോമൻ ന്യൂമറൽ എഴുതുമ്പോൾ റിപ്പീറ്റേഷൻ യൂസ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ മീനിങ് അഡീഷൻ എന്നാണ്. പിന്നെ റിപ്പീറ്റേഷൻ 3 ടൈമിൽ കൂടുതൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. VLD 5, 50, 500 ഈ നമ്പേഴ്സ് നമുക്ക് റിപ്പീറ്റ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഇഫ് എ സ്മോളർ ന്യൂമറൽ ഈസ് റിട്ടൺ ഓൺ ദ റൈറ്റ് സൈഡ് ഓഫ് ദ ലാർജർ ന്യൂമറൽ, അവിടെ നമ്മൾ അഡീഷൻ ആണ് പെർഫോം ചെയ്യാം. ഇനി എ സ്മോളർ ന്യൂമറൽ ഈസ് റിട്ടൺ ഓൺ ദ ലെഫ്റ്റ് സൈഡ് ഓഫ് ദ ലാർജർ ന്യൂമറൽ ആണെങ്കിൽ അവിടെ നമ്മൾ സബ്ട്രാക്ഷൻ ആണ് ചെയ്യുക. പിന്നെ VLD എന്ന് പറയുന്ന ഈ ന്യൂമറൽസ് നമുക്ക് സബ്ട്രാക്ട് ചെയ്യാൻ പറ്റില്ല. I ഈസ് നെവർ റിട്ടൺ ടു ദ ലെഫ്റ്റ് ഓഫ് L, C ആൻഡ് D. റോമൻ ന്യൂമറൽസ്. ഇവിടെ 1 തൊട്ട് 10 വരെയുള്ള റോമൻ ന്യൂമറൽസും അതുപോലെ 10, 20, 30, 40, 100 വരെയുള്ള റോമൻ ന്യൂമറൽസുമാണ് എഴുതിയിരിക്കുന്നത്. ഇത് എങ്ങനെയാണ് എഴുതുന്നത് എന്നുള്ളത് ഞാൻ ലാസ്റ്റ് പാർട്ടിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ജസ്റ്റ് ഒന്ന് ഓടിച്ചു പോവാണ്. 1ന് I ആണ്. 2 എന്ന് പറയുമ്പോൾ 1 + 1, അപ്പോൾ I എന്ന് വരും. ഇനി 3 എങ്ങനെയാണ്? 1 + 1 + 1, അപ്പോൾ 3I വരും. ആ രീതിയിൽ നമ്മൾ റിപ്പീറ്റേഷൻ്റെ റൂളാണ് 1, 2നും 3ക്കും യൂസ് ചെയ്യുന്നത്. ഇനി 4ന് ഈ റിപ്പീറ്റേഷൻ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. അവിടെ നമ്മൾ സബ്ട്രാക്ഷൻ എന്നുള്ള റൂളാണ് യൂസ് ചെയ്യുന്നത്. ലാർജർ ന്യൂമറലിൻ്റെ ലെഫ്റ്റിലാണ് ഒരു സ്മോളർ ന്യൂമറൽ വരുന്നതെങ്കിൽ അവിടെ സബ്ട്രാക്ഷനാണ് യൂസ് ചെയ്യുക എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ 4നും 9നും ഈ റൂളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. 2, 3, 6, 7, 8 ഇവർക്ക് എല്ലാം റിപ്പീറ്റേഷനും അഡീഷനും ഈ 2 റൂളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സിമിലർ ആണ് 10ന് X എന്നാണ് അതിൻ്റെ വാല്യൂ, അതുപോലെ 50ക്ക് L ആണ്, 100 C ആണ്. അപ്പോൾ 10ൻ്റെ തന്നെ നമ്മൾ 20 എന്ന് പറയുമ്പോൾ 10 + 10, അവിടെ നമുക്ക് X എന്ന് എഴുതിയാൽ മതി. അതുപോലെ 30ക്ക് ആണെങ്കിൽ 3 ടൈം 10, X. 40ക്ക് നമുക്ക് ഈ റൂൾ യൂസ് ചെയ്യാൻ പറ്റില്ല, കാരണം നമുക്ക് റിപ്പീറ്റേഷൻ 3 ടൈമേ മാക്സിമം യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. 40 വരുമ്പോൾ നമ്മൾ സബ്ട്രാക്ഷൻ്റെ റൂളാണ് യൂസ് ചെയ്യുക. അതുപോലെ 90ക്കും സബ്ട്രാക്ഷൻ്റെ റൂളാണ് യൂസ് ചെയ്യുക. അപ്പോൾ 50ൽ നിന്നും 10 സബ്ട്രാക്ട് ചെയ്തു, അതാണ് 40. അതുകൊണ്ടാണ് XL ലെഫ്റ്റിലാണ് വന്നിരിക്കുന്നത് X. Lനെ വെച്ച് നോക്കുമ്പോൾ X ആണ് സ്മോളർ, അപ്പോൾ XL എന്ന് പറയുമ്പോൾ 50ൽ നിന്നും 10 സബ്ട്രാക്ട് ചെയ്ത് 40 കിട്ടി. അതുപോലെ തന്നെയാണ് 90യും വരുന്നത്. അവിടെയും നമുക്ക് 100ൽ നിന്ന് 10 സബ്ട്രാക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ XC, അതായത് Cൻ്റെ ലെഫ്റ്റിലാണ് X എന്ന് പറയുന്നത് 10ഉം C എന്ന് പറയുന്നത് 100ഉം ആണ്. അപ്പോൾ Cയിൽ നിന്ന് നമ്മൾ 10 സബ്ട്രാക്ട് ചെയ്ത് 90 കിട്ടി. ഇനി 60, 70, 80 ആ 3 വാല്യൂ എന്ന് പറയുന്നത് 50 + 10, അപ്പോൾ 60 കിട്ടും. അതായത് റൈറ്റ് സൈഡിൽ LX എന്ന് വന്നിരിക്കുന്നത്. ഇനി 70 ആണെങ്കിൽ LXX, 80 ആണെങ്കിൽ LXXX. ഇനി നമുക്ക് 100 തൊട്ട് 1000 വരെയുള്ള റോമൻ ന്യൂമറൽ പഠിക്കാം. അപ്പോൾ 100ന് നമുക്കറിയാം C. അപ്പോൾ 200 എങ്ങനെയായിരിക്കും എഴുതുക? 200 നമുക്ക് 100 + 100 എന്ന് എഴുതാമല്ലോ. ഇനി 100ന് എന്താണ് കൊടുക്കുക? C. അപ്പോൾ വീണ്ടും 100 വരുമ്പോൾ C. അപ്പോൾ CC എന്നാണ് 200ൻ്റെ റോമൻ ന്യൂമറൽ. ഇനി നമുക്ക് 300 എന്തായിരിക്കും? ഇവിടെ നമുക്ക് റിപ്പീറ്റേഷൻ ചെയ്യാം അല്ലേ. 300 നമുക്ക് 100 + 100 + 100 എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് എങ്ങനെ വരും? CCC. അടുത്തത് 400. അപ്പോൾ ഇവിടെ നമുക്ക് റിപ്പീറ്റേഷൻ്റെ റൂൾ യൂസ് ചെയ്യാൻ പറ്റില്ല, കാരണം എന്തായി? ഓൾറെഡി 3 C വന്നു കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 500 വെച്ചിട്ടാണ് 400 എഴുതുക. അവിടെ സബ്ട്രാക്ഷൻ്റെ റൂളാണ് യൂസ് ചെയ്യുക. അപ്പോൾ നമുക്ക് 400നെ 500 - 100 എന്ന് എഴുതാം. അപ്പോൾ 500ന് നമുക്കറിയാം D എന്നാണ്.
ഇനി അതിന് 100 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ സി ആണ്. അപ്പോൾ സി എങ്ങനെ വരും? ലെഫ്റ്റിൽ വരും. ഡിയുടെ ലെഫ്റ്റിൽ സി വരും. അപ്പോൾ സി ഡി. ഇനി അടുത്തത് 600. അപ്പോൾ 600നെ നമുക്ക് എങ്ങനെ എഴുതാം? 500 പ്ലസ് 100 എന്ന് എഴുതാം അല്ലേ? അപ്പോൾ 500ന്റെ വാല്യൂ എന്താണ്? ഡി. അപ്പോൾ 100 എഴുതുമ്പോൾ എൻ്റെ റൈറ്റ് സൈഡിൽ സി ഇട്ട് കൊടുക്കുക. അപ്പോൾ ഡി സി. ഇനി 700 എന്ന് പറയുമ്പോൾ നമുക്ക് 500 പ്ലസ് 100 പ്ലസ് 100. അപ്പോൾ 500ന് ഡി, 100ന് സി സി. അപ്പോൾ ഡി സി സി. ഇനി 800ഉം അതുപോലെ തന്നെ 500 പ്ലസ് 100 പ്ലസ് 100 പ്ലസ് 100. അപ്പോൾ ഡി സി സി സി. ഇനി 900നെ നമുക്ക് എങ്ങനെ എഴുതാം? 1000 മൈനസ് 100 എന്ന് എഴുതാം. കാരണം ഇവിടെ നമുക്ക് റിപ്പീറ്റേഷൻ മറ്റേതുപോലെ ഡി സി 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 ആ ഒരു മെത്തേഡിൽ എഴുതാൻ പറ്റില്ല. കാരണം സി ഓൾറെഡി 3 ടൈംസ് വന്നു കഴിഞ്ഞു. ഇനി ഒരു സിയും കൂടി എഴുതാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മളിവിടെ സബ്ട്രാക്ഷൻ്റെ റൂളാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ 1000 മൈനസ് 100. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? എം, എമ്മിൻ്റെ ലെഫ്റ്റിൽ സി. അപ്പോൾ സി എം. അതാണ് 900. അടുത്തൊരു എക്സസൈസ് ആണ്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ഹിന്ദു അറബിക് ന്യൂമറൽസിനെ എല്ലാം നമുക്ക് റോമൻ ന്യൂമറലാക്കി എഴുതണം. അപ്പോൾ ഇവിടുത്തെ ക്വസ്റ്റ്യൻ 125. അപ്പോൾ ഇതിനെ 125 നമുക്കറിയാവുന്ന റോമൻ ന്യൂമറൽസിലേക്ക് കൺവേർട്ട് ചെയ്ത് എഴുതണം. അപ്പോൾ നമുക്ക് 100 അറിയാം. അതേപോലെ 25നെ നമുക്ക് 20 അറിയാം, 5 അറിയാം. അപ്പോൾ നമ്മൾ 125നെ 100 പ്ലസ് 20 പ്ലസ് 5 എന്ന് എഴുതിയിട്ട് ഇനി 100ൻ്റെ റോമൻ ന്യൂമറൽ എന്താണ്? സി. 20യുടേത് എക്സ് എക്സ്, 5 വി. അടുത്ത ക്വസ്റ്റ്യൻ 349. അവിടെയും നമ്മൾ 300 പ്ലസ് 40 പ്ലസ് 9 നമുക്കറിയാവുന്ന റോമൻ ന്യൂമറലിലേക്ക് അതിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുവാണ്. അപ്പോൾ ഇവിടെ 300നെ നമുക്കറിയാം സി സി സി. ഇനി 40 എന്താണ്? എക്സ് എൽ. ഇനി 9 ഐ എക്സ്. അടുത്ത നമ്പർ 498. അപ്പോൾ ഇവിടെ 400 പ്ലസ് 90 പ്ലസ് 8. ഇനി 400 എന്താണ്? സി ഡി. 90 എക്സ് സി. 8 എന്താണ്? വി ഐ ഐ. അടുത്ത ക്വസ്റ്റ്യൻ 976. അപ്പോൾ ഇവിടെ 900 പ്ലസ് 70 പ്ലസ് 6. ഇനി 900 എങ്ങനെ എഴുതാം? സി എം. 70 എൽ എക്സ് എക്സ്. ഇനി 6 വി ഐ. അടുത്തത് 550. 500 പ്ലസ് 50. ഇനി 500 എന്താണ്? ഡി. 50 എൽ. അടുത്തത് നമുക്ക് റോമൻ ന്യൂമറൽസ് തന്നിട്ടുണ്ട്. അവരെ ഹിന്ദു അറബിക്കായിട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇവിടെ നമ്മളെപ്പോഴും എന്ത് ചെയ്യാം? നമുക്കറിയാവുന്ന ന്യൂമറലിലേക്ക് ഇതിനെ നോക്കാം. അതിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് എഴുതാം. ഫസ്റ്റ് വൺ ഡി. അപ്പോൾ 500. അടുത്തത് എക്സ് എൽ. എക്സ് എൽ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 40 പ്ലസ് അടുത്തത് 3. അപ്പോൾ ഇത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 543. അടുത്തത് ഡി സി സി. ഇപ്പോൾ എന്ത് വരും? 700 പ്ലസ് എക്സ് സി. 90 പ്ലസ് 8. 798. അടുത്തത് സി എം. അപ്പോൾ എന്ത് വരും? 900 പ്ലസ് എൽ എക്സ് 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 80. അപ്പോൾ 980. ഇനി നിങ്ങൾക്ക് ചെയ്യാനുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ചെയ്തു നോക്കുക. ഇതിൻ്റെ ആൻസേഴ്സ് ഞാൻ കമൻ്റ് ആയിട്ട് ഇടാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.